ബ്രസീലിയൻ പോർച്ചുഗീസ് എന്നറിയപ്പെടുന്ന കെപ്ലർ ലാവേറാൻ ഡി ലിമ ഫെരേര എന്ന പെപ്പെ 1983 ബ്രസീലിൽ ജനിച്ചു വളർന്ന് പോർച്ചുഗലിനായി കളിച്ചു ജീവിക്കുകയായിരുന്നു. തന്റെ പ്രൊഫഷണൽ കരിയറിൽ പെപ്പെ മാരിറ്റോമോ, പോർട്ടോ, റയൽ മാഡ്രിഡ്, ബെസിക്താസ് എന്നിവർക്കായി കളിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡിനൊപ്പം അദ്ദേഹം 330 മത്സരങ്ങളും 3 ലാലിഗ കിരീടങ്ങളും 3 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും 2 കോപ്പ ഡെൽറേ കിരീടങ്ങളും കൂടാതെ പോർട്ടോയ്ക്കൊപ്പം 4 പ്രൈമീറ ലീഗ് കിരീടങ്ങളും 3 ടാഗാഡി പോർച്ചുഗൽ കിരീടങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. 2007 അദ്ദേഹം പോർച്ചുഗലിൽ അരങ്ങേറ്റം കുറിച്ചത്. CR7 വലിയ സൗഹൃദം നിലനിർത്തിയിരുന്നു പെപ്പെ. 141 മത്സരങ്ങളാണ് പെപ്പെ കളിച്ചിരിക്കുന്നത്. 4 ഫിഫ ലോകകപ്പുകളിലും 5 യുവേഫ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പെപ്പെ അപകടകാരിയായ ഡിഫൻഡർ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കാരണം എതിരാളികളെ വളഞ്ഞ വഴിയിലൂടെ ഫൗൾ ചെയ്ത് നിരവധി കേസുകളും വിലക്കുകളും വിമർശനങ്ങളും പുറത്താക്കലുകളും നേരിട്ടിട്ടുണ്ട്. കൂടാതെ നിരവധി പരിക്കിലൂടെ വലിയ അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. 2012 ബാഴ്സലോണയ്ക്കെതിരായ കോപ്പ ഡെൽറേ ക്വാർട്ടർ ഫൈനലിന്റെ ആദ്യ മത്സരത്തിൽ ഫൗൾ ചെയ്തതിനെ തുടർന്ന് ഗ്രൗണ്ടിൽ നിന്നും മെസ്സിയുടെ കയ്യിൽ മുദ്രകുത്തി. ഈ സംഭവം വലിയ ചർച്ചയും വിമർശനങ്ങളും പെപ്പയ്ക്കെതിരെ ഇടയാക്കി. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോററായി പെപ്പെ മാറി. 1988 മാൻഫ്രൈഡ് ബർഗ്സ് മുള്ളറുടെ പേരിലാണ് ഈ റെക്കോർഡ്. 2023 ചാമ്പ്യൻസ് ലീഗിൽ പെപ്പെ സ്കോർ ചെയ്തു വിജയിച്ചു. 2024 41 വയസ്സായപ്പോൾ ആഴ്സണലിനെതിരെ ഒരു മത്സരത്തിൽ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് ഘട്ടത്തിൽ കളിക്കുന്ന 40 വയസ്സിൽ മുകളിലുള്ള ആദ്യ ഔട്ട്ഫീൽഡ് കളിക്കാരനായി പെപ്പെ മാറി. തന്റെ 2 റെക്കോർഡുകളും 40 വയസ്സിനു ശേഷമാണ് പെപ്പെ സ്വന്തമാക്കുന്നത്. ഈ കാലയളവിൽ അദ്ദേഹം 878 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 34 ട്രോഫി. കൂടാതെ കഴിഞ്ഞ യൂറോ കപ്പിൽ അദ്ദേഹം ബൂട്ടും സ്വന്തമാക്കി. അങ്ങനെ 41 വയസ്സിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും അരങ്ങൊഴിയുകയാണ് നമ്മുടെ പോർച്ചുഗലിന്റെ വല്യേട്ടൻ.